നിനക്ക് ചോറിന് കറിയൊന്നും കിട്ടിയില്ലേ? വെറുതെ ചോറ് വരുത്തരുതോ? ഒരു കറിയില്ലേ? എടാ വെറുതെ ചോറ് കഴിക്കാതെ കറി വരട്ടെ ചോറിന് കുറേ കറികളൊക്കെ ഉണ്ടല്ലോ. മണിച്ചോ ഇത് മണിച്ചതല്ലല്ലോടാ. മണിച്ചതല്ല, ഇതിൻ്റെ സ്മെല്ല് ഇതാണ്. ഞാൻ ചോറല്ല കഴിക്കുന്ന, ചപ്പാത്തി. നിനക്ക് വേണോ ചപ്പാത്തി? അവിടെ കൊണ്ട് വെച്ച് ആര് കഴിക്കാനാ? ഇങ്ങോട്ട് നീക്കി വെച്ചെങ്കിലല്ലേ കാണത്തുള്ളൂ. മുഖമൊന്നും കാണിക്കുന്നില്ല, ഭക്ഷണങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. കണ്ടോ? കണ്ടോ, ഈ കറി നല്ലതാണ്. പിന്നെ അഞ്ഞൂറുള്ള ഈ മീൻകറി കൊള്ളാം കേട്ടോ. പഠിച്ചതൊന്നുമല്ല, അങ്ങനത്തെ സ്മെല്ലാണ് അത്. പഠിച്ചതല്ല. എടാ നീ പനീർ ഒന്നും എടുത്ത് കഴിച്ചേ, നല്ല സൂപ്പറാട്ടോ. വേണ്ട കഴിക്കും. പിന്നെ എടാ എല്ലാ കറിയും എല്ലാത്തിനും പറ്റും. നീ കഴിച്ചു നോക്കും. അങ്ങനല്ലേ നമ്മളങ്ങനല്ലേ ഓരോന്നും പരീക്ഷിക്കുന്നത്. പനീർ കൊള്ളാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിച്ച് പഠിക്കേണ്ടത്. മനസ്സിലായി? എല്ലാത്തിനും എല്ലാം ചേരും. നിനക്ക് ഈ പനീർ ഉണ്ടാക്കാൻ അറിയോ? എനിക്കറിയാം ഉണ്ടാക്കാൻ. ഇന്നാളുണ്ടല്ലോ കുറച്ച് തൈര് വാങ്ങിച്ചേ, പിന്നെ പാല് വാങ്ങിച്ചിട്ട് പാലിനകത്തോട്ട് പാല് തിളപ്പിച്ച് ഒരു ചെറിയ ചൂടോടുകൂടെ നാരങ്ങ പിഴിഞ്ഞതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. അങ്ങനെ ഉണ്ടാകുന്നു.
ചപ്പാത്തി സൂപ്പറാണ്. ആണോ? അതിനാ അരിയില്ലേ വീട്ടിൽ? എനിക്ക് മനസ്സിലായി, അരിയില്ലല്ലേ. എടാ, ഈ നമ്മുടെ ഈ ഗവൺമെൻറ് ഇഷ്ടം പോലെ റേഷനറി കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താണ് ഈ അരിയില്ലാതെ തന്നത്? ആ, പിന്നെ അരിയില്ലാതെ വരാൻ വകയില്ലല്ലോ. ഞാൻ കഴിക്കാറുണ്ട്. വേണോടാ, വേണോടാ. എടാ, ആ സാലഡ് ഇങ്ങോട്ട് ഇടാ, അതാണ് എൻ്റെ. ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട്. അച്ചാറോ? നീ അച്ചാർ കൊടുത്തില്ലേ? ആ, അച്ചാർ പല ഐറ്റംസ് ഉണ്ടല്ലോ. വേണ്ട കഴിക്കും, വേണ്ടായിരിക്കും. ഇതുള്ളതുകൊണ്ട് വേണ്ട, അത് അത്രേ ഉള്ളൂ. ഇത് നീ ഒന്ന് കൂട്ടിക്ക്, സൂപ്പറാണ്. നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ നമ്മൾ കൂട്ടി പഠിക്കണം. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ വെച്ചാൽ ഇത് നല്ല സൂപ്പറാണ്. ഏത് സാഹചര്യത്തിൽ ഇവിടെ വെച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്നെന്ന് പറയാൻ പറ്റില്ല മനുഷ്യർക്ക്. നമ്മുടെ ഈ സവോള കൂടുതൽ കഴിച്ചാലുണ്ടല്ലോ പ്രതിരോധ ശക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തീരെ പ്രതിരോധ ശക്തി ഇല്ലാത്ത ഒരാളാണ്. നാരങ്ങ വെള്ളം കിട്ടുക സൂപ്പറാണ്, കൊള്ളാം. നീച്ചർ കഴിക്കും. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവൂടാ? Vai. Para tal, né? അല്ല അല്ലേ, നല്ലതാ. ഞാൻ പറഞ്ഞ കൊള്ളാമെന്ന്. ഇങ്ങനത്തെ അച്ചാറുകൾ നമ്മളെപ്പോഴും നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ കൂട്ടുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെയാണെന്ന്. കഴിക്കാൻ എന്താ? എനിക്കുണ്ടല്ലോ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അത് ചോറ് കഴിക്കണം.
ഈ കടയിലെ അച്ചാർ ഈ വെള്ളക്കിട്ടതാണ് നാരങ്ങ ഭയങ്കര ടേസ്റ്റാണ്, കൊള്ളാം, സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ അച്ചാറുകൾ ഇഷ്ടമാണ്. മറ്റേക്ക് എന്താ ഇഷ്ടമില്ലാത്തത്, എല്ലാം ഇഷ്ടമാണ്. ഇത് വേറൊരു അച്ചാറാണ്, അതും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഗ്രേവി നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനൊന്നും എനിക്കുണ്ടാക്കാനുണ്ട്, പക്ഷേ ഉണ്ടാക്കിയ സാധനം കൊള്ളാം, സൂപ്പറാണ്. എന്താണെങ്കിലും ഇതന്നാടാ കുടിച്ചോ, നീ കുടിച്ചോ. വേണ്ട വേണ്ട കുടിച്ചോ. ഈ കൈ കൊണ്ടേ തൊടാൻ പറ്റുള്ളൂ, കഷ്ടമാണ്. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എന്നിട്ട് പിന്നെ കൈ കഴുകുക. ഇല്ല, ടിഷ്യൂ പേപ്പർ ഇല്ലേ, ഈ ഒറ്റ ഓർമ്മയേ ഉള്ളൂ. രസം നീ കൂട്ടും, നീ കൂട്ടും. കൈ കഴുകാം, അതിന് മുന്നായിട്ട് ഈ ഗ്ലാസ്സിലൊക്കെ ഒന്ന് തൊടണമല്ലോ, അതിനാ ഇത്. മോരാണോ? മോര് സൂപ്പറാണ്. കൈ ഇട്ടിട്ട് വട്ടെ, അങ്ങനെ കൈ ഇട്ട് വന്നിട്ട് ഇതാക്കാം. ഇവിടെ ഇഷ്ടം പോലെ മീനുകൾ. കൈ ഒന്ന് കഴുകിയിട്ടേ പോകാം, അതായിട്ടും നല്ല. ഉപ്പലൂട് പറന്നു പോയി ഒന്ന് കാറ്റത്ത് വന്നിട്ട്.
വേണ്ട. എത്ര ഭംഗിയായി മീനുകളല്ലേ എനിക്ക്. 1 2 3 4 5 6 7 8 9 10 മീൻ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലാണിത്, ശിവേട്ടൻ്റെ ഹോട്ടൽ. ഫുഡ് സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫുഡ് സൂപ്പർ 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 ഫുഡാണ്, കൊള്ളാം. ഉണ്ടോ ഈ ഹോട്ടലാണ്. ഇവിടെ ഈ ചെറായി വരുന്നവർക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഓക്കെ കേട്ടോ, ഈ ഹോട്ടൽ നല്ല ഫുഡാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാറ്റും വെയിലും കൊണ്ടേ ഭയങ്കര വെയിലാണ്. ശിവേട്ടൻ്റെ ഹോട്ടൽ എന്നാ പേര്, ശിവേട്ടൻ്റെ ഹോട്ടൽ.